ഹലോ അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ദിവസങ്ങളായാലേ നമ്മൾ യൂട്യൂബിലായിട്ടും ഒക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ ദിവസത്തേക്ക് ഭയങ്കര തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴോ പിന്നെ അസുഖമായി. അത് കഴിയാനായപ്പോഴത്തേക്കിനും അസുഖമായി. പിന്നെ ഈ അസുഖങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്. എന്തായാലും ഇപ്പം അൽഹംദുലില്ലാ കുറച്ചൊക്കെ റാഹത്തായി വരുന്നുണ്ട്. ഒരിക്കലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്. ചുമയാണെങ്കിലും ജലദോഷമാണെങ്കിലൊക്കെ ചുമയാണ് സഹിക്കാൻ പറ്റാത്തത്. അതായത് എനിക്ക് ചുമ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നല്ല കാഠിന്യമുള്ള ചുമയായിരിക്കും. കാരണം അത് നെഞ്ചൊക്കെ വേദനയായിട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മളുടെ കുറച്ച് ഏറെയായി തോന്നുമല്ലോ. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സൗണ്ടൊക്കെ മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എൻ്റെ പഴയ സൗണ്ട് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ്. 2025 എന്ന് പറയുന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു അന്തരീക്ഷം മാറാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അതായത് 2024 എന്നുള്ളതിൽ നിന്നും 2025 ആകുന്ന സമയത്തേക്കും നമുക്ക് അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെങ്കിലും, നമ്പറാണ് മാറിയത് എന്നുണ്ടെങ്കിലും നമുക്ക് വലിയൊരു മാറ്റം ഫീൽ ചെയ്യും. പക്ഷെ നമുക്കത് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിലായിട്ട് മാറേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ രീതിയിലായിട്ട് മോശം രീതിയിൽ മാറല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം. നല്ല കാര്യങ്ങൾ നമ്മൾ മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം. നല്ല കാര്യങ്ങൾ മാറ്റി കൊണ്ടുവരില്ല, എന്തെങ്കിലും നമുക്ക് ചീത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി നല്ല കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് പുതിയൊരു വർഷം നല്ല റാഹത്തായിട്ട് സമാധാനമായിട്ട് അടുത്ത വർഷമാകുമ്പോൾ അൽഹംദുലില്ലാ ഈ വർഷം ഞാൻ അള്ളാഹുവിനക്ക് വേണ്ടി ജീവിച്ചു, അള്ളാഹുവിലേക്ക് ഞാൻ സമയം മാറ്റി വെച്ചു എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമുക്ക് അള്ളാഹു ഒരുപാട് നമ്മൾ ചോദിക്കാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ വിലയൊന്നും മനസ്സിലാവില്ല. അതിലേതെങ്കിലും ഒരു അനുഗ്രഹം അള്ളാഹു എടുത്ത് മാറ്റി കളഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം അള്ളാഹു തന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇത് പറയുന്ന എനിക്കായാലും ആർക്കായാലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങൾക്കും അവൻ നമുക്ക് തന്നിട്ടുള്ള കാരുണ്യങ്ങൾക്കും കരുണകൾക്കൊക്കെ നമുക്ക് ഒരേ ഒരു രീതിയിൽ മാത്രമേ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അത് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് കേട്ട് അവൻ്റെ ആളുകളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആളുകളായിട്ട്, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് കേട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മളോട് 5 വക്ത് നിസ്കരിക്കണം. നമ്മൾ 5 വക്ത് നിസ്കരിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ഈ 2024 നിസ്കരിച്ചിട്ടുണ്ടോ എന്നാലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ മാറ്റാൻ തയ്യാറായിക്കോ. ഇനി അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു തആല 12 മാസങ്ങളാണ് ഒരു വർഷത്തിൽ തന്നിട്ടുള്ളതല്ലേ. ആ 12 മാസത്തിൽ 11 മാസവും നമുക്ക് തിന്ന് കുടിച്ച് നല്ല ആഹ്ലാദിച്ചിരിക്കാനുള്ള സൗകര്യം അള്ളാഹു തആല ചെയ്തു തരുന്നുണ്ട്. അതിൽ ഒരു മാസം അള്ളാഹു നമ്മളോട് പകൽ സമയത്ത് ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ബാക്കി 11 മാസം അള്ളാഹു തആല നമുക്ക് ഭക്ഷണം നൽകുന്നു, നമ്മളത് കഴിക്കുന്നു, അടിപൊളിയായി ജീവിക്കുന്നു. ഈ ഒരു മാസം നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഭക്ഷണം മാറ്റി വെക്കുന്നുണ്ടോ? അവൻ ഒരിക്കലും പൂർണ്ണമായിട്ടുമില്ല. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിന് ശേഷം നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ അവൻ പറഞ്ഞിട്ടുള്ള സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് സുന്നത്തല്ലാതെ തന്നെ നിർബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ള പേരിൽ ഒരുപാട് ആളുകളുണ്ടാകും. ഖുർആൻ ഓതാൻ അറിയാത്തതൊരു തെറ്റൊന്നുമല്ല, അതൊരു മഹാപാപമൊന്നുമല്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറവ് തന്നെയാണ് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറയുന്നത്. കാരണം ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു വിശ്വാസത്തിന് ഏറ്റവും വലിയൊരു പ്രതീകമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് നമുക്ക് വായിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് മോശം തന്നെയല്ലേ. അപ്പോൾ നമുക്കത് ഓതാൻ വേണ്ടിയിട്ട് പഠിക്കണം. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് പഠിക്കണം. ഇപ്പോൾ നിസ്കാരം അറിയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിസ്കരിക്കുന്നതിനിടയിൽ ചൊല്ലാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആംഗ്യം കാട്ടി നിസ്കരിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ ഖുർആൻ നമുക്ക് അങ്ങനെ ഓതാൻ കഴിയില്ല. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓതാൻ കഴിയുള്ളൂ. ഇപ്പോൾ നോമ്പിൻ്റെ കാര്യമായാലും നമുക്കതിൽ കൂടുതലായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. നമുക്ക് നിയ്യത്ത് അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അങ്ങനെ നടന്നോളൂ. പക്ഷേ ഈ ഒരു ഖുർആൻ ഓതുക എന്ന് പറയുന്നത് നമുക്കത് പഠിച്ചാലേ കിട്ടുള്ളൂ, പഠിച്ചാലേ ഓതാൻ പറ്റുള്ളൂ. അത് പഠിക്കാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വഴി സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴികൾ നോക്കാം. ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളൊരു പ്രശ്നത്തിന് പരിഹാരം എന്തായാലും ഞാൻ പറയട്ടെ, ഖുർആൻ ഓതാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഠിക്കാനുള്ളൊരു ചെറിയ വഴിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഖുറാനിക് റൂട്ട്സ് അക്കാഡമിയുടെ കീഴിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് 20 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്. 20 ദിവസം കൊണ്ട് ഖുർആൻ ഓതാൻ
ഒട്ടും അറിയില്ല എങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടും ഖുർആൻ ഓതാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മളെക്കൊണ്ട് സാധിക്കും. അതിപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും തുടക്കത്തിൽ, അതോ 20 ദിവസം കൊണ്ടൊന്നും പറ്റൂല എന്നുള്ളത്. പക്ഷേ 20 ദിവസം കൊണ്ട് പഠിച്ച് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഫീസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമല്ലേ. ഫീസ് ഉണ്ട്, നമുക്ക് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ചോദിക്കും, അയ്യോ എന്നാൽ വേണ്ട കേട്ടോ എന്ന് പറയാം. മേ ബി ചില ആളുകൾ പറയാറുണ്ട്, ചിലവർ പറയാത്തവരുണ്ട്. ഞാൻ എല്ലാവരും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ ഓതാൻ പഠിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അധിക ചിലവായി കാണുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു അധികമായി അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം എന്നുള്ള രീതിയിൽ കാണുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. ഇനി അതല്ലാതെ എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് ഖുർആൻ ഓതാൻ പഠിക്കണം, ഇതൊരു ആവശ്യമല്ല, ഇതെൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. കാരണം നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മളത് ആഖിറത്തിലേക്കുള്ള യാത്രയിലേക്കുള്ള ഒരു ചെറിയ ഇടമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഖബറിൽ കിടക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ മഹ്ശറയുണ്ട്, പിന്നെ അതിന് ശേഷം സ്വർഗം നരകം ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിലേക്കുള്ളൊരു ചെറിയ യാത്രയിലൊരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഒരു ദുനിയാവ് എന്ന് പറയുന്നത്. ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഹാരം കളഞ്ഞു കുളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ ഓതാൻ പഠിക്കണം. നിങ്ങൾക്കൊരു പൂർണ്ണ വിശ്വാസിയാണ്, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പഠിക്കണമെന്ന് ചെറുപ്പത്തിൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റാതായിരിക്കാം, ഒരു കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മളൊന്നും നാളേക്ക് വേണ്ടി പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതിങ്ങനെ നീണ്ട് പോവേ ഉള്ളൂ. നമ്മളെപ്പോഴാണ് മരണപ്പെടുന്നത് ഒന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലാഹു തആല അങ്ങനത്തെ ഇതുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ, അപകട മരണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ഖുർആൻ ഓതാൻ പഠിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ ഈ ഒരു ലിങ്കിൽ ഉപയോഗിച്ച് കയറുന്ന മറ്റുള്ള ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല, അഡ്മിന് മാത്രമേ പരസ്പരം നമ്പറുകൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ക്ലാസ്. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും എടുത്ത് തരുന്നുണ്ടാവുക. നിങ്ങൾക്ക് പിന്നെ വേറെ ടെൻഷൻ അടിക്കലും കാര്യങ്ങളൊന്നുമില്ല. എത്ര വയസ്സായ ആളുകളാണെങ്കിലും വയസ്സ് കുറഞ്ഞവരാണെങ്കിലും എല്ലാവരും നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നല്ല ഒരു അടിപൊളി വർഷം ആശംസിക്കുകയാണ് ഞാൻ. 2025 നമ്മൾ പൂർണ്ണമായിട്ടും നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് പോകണം. നമ്മൾ ഖുർആനൊക്കെ പഠിച്ച് തുടങ്ങി, ഏകദേശം ഫസ്റ്റത്തെ മാസത്തിന് തീരെ മുമ്പേ നമ്മൾ ഖുർആനൊക്കെ ഓതാൻ പഠിച്ച്, പിന്നെ നമ്മളങ്ങോട്ട് നോമ്പ് കാലത്തൊക്കെ നമ്മൾ ഖുർആൻ ഓതുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രയും കാലം ഖുർആൻ ഓതാൻ അറിയാതെ പിന്നെ ഇങ്ങനെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രായപരിധിയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, അതിൻ്റെ കൂലിയോടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അസ്സലാമു അലൈക്കും.